ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഈ വാക്യം യേശുക്രിസ്തുവിന്റെ അധികാരത്തെയും അവന്റെ പരമാധികാരത്തെയും ചൂണ്ടിക്കാണിക്കുന്ന ശക്തമായ ഒരു പ്രഖ്യാപനമാണ്. അപ്പോസ്തലനായ യോഹന്നാന് നൽകിയ ദർശനത്തിന്റെ ഭാഗമാണിത്. അവിടെ വിജയിക്കുന്ന രാജാവായി ക്രിസ്തുവിന്റെ വിജയകരമായ തിരിച്ചുവരവ് അദ്ദേഹം ദർശനത്തിലൂടെ കാണുന്നു. ഈ വാക്യത്തിൽ യേശുവിന്റെ ഉടുപ്പിലും തുടയിലും ഒരു നാമം എഴുതിയിരിക്കുന്നതിന്റെ ചിത്രീകരണം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. പുരാതന കാലത്ത് ഒരാളുടെ വസ്ത്രത്തിലോ തുടയിലോ ഒരു പേര് എഴുതുന്നത് അവരുടെ അധികാരത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും പ്രതീകമായിരുന്നു. അത് ഉടമയുടെ സ്ഥാനത്തെയും അധികാരത്തെയും സൂചിപ്പിക്കുന്നു. കൂടാതെ അവൻ്റെ തുടയിൽ എഴുതിയിരിക്കുന്ന പേര് പരാമർശിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദൈവിക ശക്തിയെയും അവൻ്റെ അധികാരത്തെയും പ്രതീകപ്പെടുത്തുന്നു. രാജാതി രാജാവ് കർത്താതി കർത്താവ് എന്ന ഈ തലക്കെട്ട് ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മേൽ ക്രിസ്തുവിൻ്റെ ആധിപത്യത്തെ കൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ലോകത്തിലെ മറ്റെല്ലാ അധികാരങ്ങൾക്കും മീതെ ക്രിസ്തുവിൻ്റെ ഉന്നതമായ സ്ഥാനത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പദവി. ഈ വാക്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ സന്ദർഭം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അന്ത്യകാലത്തിൽ ക്രിസ്തുവിന്റെ ആത്യന്തിക വിജയത്തെക്കുറിച്ച് യോഹന്നാന് നൽകിയ ദർശനമാണ് ഈ പുസ്തകം. ഈ അധ്യായത്തിൽ യോഹന്നാൻ സ്വർഗീയ ആരാധനയുടെയും കുഞ്ഞാടിന്റെ വിവാഹ അത്താഴത്തിന്റെയും ഒരു ദർശനം കാണുന്നു. അത് ക്രിസ്തുവിന്റെയും അവന്റെ മണവാട്ടിയായ സഭയുടെയും ഐക്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. കീഴടക്കുന്ന രാജാവായി ക്രിസ്തുവിന്റെ നാടകീയമായ തിരിച്ചുവരവിൽ ഈ അധ്യായം അവസാനിക്കുന്നു. തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്താനും ഭൂമിയിൽ അവന്റെ ഭരണം സ്ഥാപിക്കുവാനും സ്വർഗത്തിലെ സൈന്യങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ പരമാധികാരം, പ്രവചനത്തിന്റെ പൂർത്തീകരണം, തിന്മയുടെ മേൽ നന്മയുടെ ആത്യന്തിക വിജയം എന്നിവ ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. രാജാതി രാജാവ് കർത്താതി കർത്താവ് എന്ന തലക്കെട്ട് ശക്തനും ശാശ്വതവുമായ ഒരു ഭരണാധികാരിയുടെ വരവിനെ പ്രവചിച്ച പഴയ നിയമത്തിലെ പ്രാവചനിക ഭാഗങ്ങളെ പ്രതിധ്വനിക്കുന്നു. ഭൂമിയുടെ മുഴുവൻ പരമോന്നത രാജാവായി വാഴുന്ന യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ ആ പ്രവചനങ്ങളുടെ നിവൃത്തിയെ ഈ വാക്യം വീണ്ടും സ്ഥിരീകരിക്കുകയാണ്. ക്രിസ്തുവിനെ രാജാതി രാജാവും പ്രഭുക്കന്മാരുടെ കർത്താവുമായി പ്രഖ്യാപിക്കുന്നത് വിശ്വാസികൾക്ക് ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഉറവിടമായി നിലനിൽക്കുന്നു. ഭൗമിക ശക്തികളും ഭരണാധികാരികളും ഭയപ്പെടുത്തുന്നതും അടിച്ചമർത്തുന്നതുമായി തോന്നിയേക്കാവുന്ന ഈ ലോകത്ത് ഈ വാക്യം ക്രിസ്ത്യാനികളെ അവരുടെ ആത്യന്തികമായ വിധേയത്വം, സമാനതകളില്ലാത്ത അധികാരവും ആധിപത്യവും കൈവശമുള്ള ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ ഓർമ്മിപ്പിക്കുന്നു. അവർ അഭിമുഖീകരിച്ചേക്കാവുന്ന പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും ക്രിസ്തു ആത്യന്തികമായി നിയന്ത്രണത്തിലാണെന്നും അവസാനം നീതിയും വിജയം കൊണ്ടുവരുമെന്നും ഇത് അവർക്ക് ഉറപ്പു നൽകുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായ ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും ആഴത്തിലുള്ള ഒരു പ്രഖ്യാപനമാണിത്. അത് ദൈവിക ഭരണം, പ്രവചന നിവൃത്തി, തിന്മയുടെ മേൽ നന്മയുടെ ആത്യന്തിക വിജയം എന്നിവയുടെ പ്രമേയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികൾ ഈ വാക്യം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അവർ ഓർക്കുകയും പ്രപഞ്ചത്തിൻ്റെ പരമോന്നത ഭരണാധികാരിയും പരമാധികാരിയുമായി അവനിൽ വിശ്വാസം അർപ്പിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.